ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിക്കും. 4 പേരുകൾ വീതം നൽകാൻ സംസ്ഥാനത്തോടും ഗവർണറോടും കോടതി നിർദ്ദേശിച്ചു. പേരുകൾ നാളെ നൽകാം എന്ന് സർക്കാർ. സ്ഥിരം VC നിയമനം വൈകുന്നതിൽ കോടതി ആശങ്ക അറിയിച്ചു എന്ന്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിലെ സർക്കാർ ഗവർണർ തർക്കത്തിന് സുപ്രീം കോടതിയിൽ സമവായം. VC നിയമനത്തിലെ പ്രധാന തർക്ക വിഷയമായ സെർച്ച് കമ്മിറ്റി രൂപീകരണം സുപ്രീം കോടതി ഏറ്റെടുത്തു. സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനായി 4 പേരുകൾ വീതം നൽകാൻ സംസ്ഥാനത്തോടും ഗവർണറോടും കോടതി നിർദ്ദേശിച്ചു. ഇരുവരും നൽകുന്ന പേരുകളിൽ നിന്നായിരിക്കും സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക. 5 അംഗ സെർച്ച് കമ്മിറ്റിയിൽ 1 അംഗം UGC നോമിനിയായിരിക്കും. സുപ്രീം കോടതി രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയുടെ നിർദ്ദേശത്തിൽ ചാൻസലർ സർക്കാരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശം നൽകി. സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി രൂപീകരിച്ചാൽ തർക്കത്തിന് പരിഹാരമാകുമെന്ന് സംസ്ഥാനം കോടതിയിൽ അറിയിച്ചിരുന്നു. സർക്കാർ നിലപാട് ശരിയെന്ന് തെളിഞ്ഞതായി മന്ത്രിമാർ. താൽക്കാലിക VC നിയമനത്തിൽ സുപ്രീം കോടതി വിധിയിൽ ഞങ്ങൾ പറഞ്ഞ ഭാഗമാണ് ശരിയെന്ന് ഇന്ന് വ്യക്തമായി. എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടലിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ചില പ്രാഥമിക നിരീക്ഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ തന്നെ വളരെ സുവ്യക്തമായ നിലയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിനോട് ആലോചിച്ചിട്ട് വേണം വൈസ് ചാൻസലർ നിയമനം പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. താൽക്കാലിക VC നിയമനത്തിനെതിരെയുള്ള കേരളത്തിന്റെ നിലപാട് നിയമപരമായി ശരിയാണെന്ന് കോടതി നിരീക്ഷിച്ചു. UGC ചട്ടം പാലിക്കാതെയാണ് ചാൻസലർ തീരുമാനമെടുത്തതെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ വാദം. VC നിയമനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കരുതെന്ന് ഇരു കൂട്ടരോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. R. അച്യുതൻ, 24, ഡൽഹി. കേരള